ആമസോൺ പ്രൈം വീഡിയോയിൽ പുതിയൊരു ഹിന്ദി കോർട്ട് റൂം ഡ്രാമ പ്ലസ് ത്രില്ലർ പടം വന്നിട്ടുണ്ട്. സിസ്റ്റം. അശ്വിനി അയ്യർ തിവാരിയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സോനാക്ഷി സിൻഹ, ജ്യോതിക, അശുതോഷ് ഗവാരിക്കർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഹിന്ദി ലീഗൽ ത്രില്ലർ ഡ്രാമ സിനിമയെ കുറിച്ച് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നേഹ എന്നൊരു പബ്ലിക് പ്രോസിക്യൂട്ടറും അതേ കോടതിയിലെ ഒരു സാധാരണ സ്റ്റെനോഗ്രാഫറായ സരികയും ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ് സിസ്റ്റം എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പുതുമയുള്ള പ്രമേയമൊന്നും അല്ലെങ്കിൽ കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. വൻ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ലീഗൽ ത്രില്ലർ ആണിത്. നമ്മുടെ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നീതി വ്യവസ്ഥയുടെ പഴുതുകൾ ഉപയോഗിച്ച് ക്രൈം ചെയ്യുന്നവർ പണമുള്ളവരാണെങ്കിൽ രക്ഷപ്പെടുന്നു, പാവപ്പെട്ടവർ ബലിയാടാകുന്നു. ഇതിനെതിരെയുള്ള ഒരു ചോദ്യമാണ് ഈ പടം എന്നും പറയാം. തുടക്കത്തിൽ ഈ വേൾഡ് ബിൽഡിങ്ങിന് ഒരു അല്പം താമസം പടം എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറെ അധികം കേസുകളൊക്കെ ആയിട്ട് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു വരാൻ വേണ്ടി. പക്ഷെ പിന്നെ പടം വളരെ എൻഗേജിംഗ് ആയിട്ട് മാറുന്നുണ്ട്. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെ പടത്തിലുണ്ട്. പിന്നെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് നല്ല പെർഫോമൻസിലൂടെ വൃത്തിയായിട്ട് അടയാളപ്പെടുത്തുന്നുമുണ്ട്. പെർഫോമൻസ് പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ജ്യോതികയുടെ പ്രകടനമാണ്. കിടിലം പെർഫോമൻസ് ആണെന്ന് തന്നെ പറയാം. സത്യത്തിൽ നായിക അവരാണ് എന്ന് പറയാൻ പറ്റില്ല. സോനാക്ഷി സിൻഹ തന്നെയാണ് പടത്തിലെ നായിക. പക്ഷെ വളരെ ഡെപ്തുള്ള, വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള, അതേസമയം ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജ്യോതികയുടേത്. അത് വളരെ കിടുവായിട്ട്, വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ജ്യോതിക ചെയ്തു വെച്ചിട്ടുണ്ട്. നേഹ എന്ന കേന്ദ്ര കഥാപാത്രമായ അഡ്വക്കേറ്റ് ആയിട്ട് വരുന്നത് സോനാക്ഷി സിൻഹയാണ്. ഓക്കെ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് തോന്നിയത്. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിട്ട് വരുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലഗാനും സ്വദേശും ജോധ അക്ബറും ഒക്കെ സംവിധാനം ചെയ്ത അശുതോഷ് ഗവാരിക്കറാണ് അടുത്ത പ്രധാന കഥാപാത്രമായ അഡ്വക്കേറ്റ് രവി രാജവംശായിട്ട് വരുന്നത്. നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വേറെയും കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നീറ്റാണ്. ടെക്നിക്കലി ഓക്കെ ആയിട്ടുള്ള ഒരു പടമാണ്. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. ഒരു OTT പടം എന്നൊരു ഫീൽ ഈ പടം മൊത്തം കാണുമ്പോൾ നമുക്ക് തോന്നുകയുള്ളൂ. ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടൊന്നും തോന്നിയില്ല. സോ എന്തായാലും OTT റിലീസ് ആയത് നന്നായി എന്ന് തന്നെ തോന്നി. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സ് ഒക്കെ പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പോർഷൻസ് ഒക്കെ കുറച്ച് ബിലോ ആവറേജ് അല്ലെങ്കിൽ ഡൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ ഈസി ആയിട്ട് ചിലതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് തോന്നി. അന്വേഷണങ്ങളൊന്നും അതുകൊണ്ട് തന്നെ അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വക്കീൽ ഒരു വമ്പൻ സ്രാവ് ആയിരുന്നിട്ടും ഇയാൾ ഇത്രയ്ക്ക് ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. സോ ചില്ലറ ലൂപ്പ് ഹോൾസ് ഒക്കെ അവിടെ ഉണ്ടെന്ന് പറയാം. പിന്നെ കുറച്ച് ക്ലീശ കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട്. ഈ അച്ഛൻ മകൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, അതുപോലെ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ ഇത് എപ്പോ എങ്ങനെ സംഭവിക്കുന്നുള്ള ഒരു വെയിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ പേഴ്സണലി എനിക്ക് ഇതിലെ ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അത് പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്ന് പറയാം. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. അതുപോലെ ഒരു വമ്പൻ അല്ലെങ്കിൽ വാവ് എന്ന് പറയാൻ പറ്റുന്ന എടുത്തു പറയത്തക്ക ഹൈ മൊമെന്റ്സ് ഒന്നും പടത്തിലില്ല. സോ മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസന്റ് ലീഗൽ ത്രില്ലർ പടമാണിതെന്ന് പറയാം. OTT റിലീസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി. ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റും. ഹിന്ദിയോടൊപ്പം തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. മലയാളം ഡബിംഗ് ഇല്ല. 2 മണിക്കൂർ 2 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. UA 16+ ആണ് പടം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.